ओम नमो ब्रह्मादिभ्यो ब्रह्मविद्या संप्रदाय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि हरिः ओम पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ओम शान्ति शान्ति शान्तिः। हरिः ओम श्री गुरुभ्यो नमः। हरिः ओम। अथ शुक्लयजुर्वेदीय काण्वशाः बृहदारण्य उपनिषत् प्रथमोऽध्यायं പ്രഥമകാന്ഡം മധുകാന്ഡം. നമ്മൾ 6 കാണ്ഡങ്ങളോടുകൂടി പ്രഥമോധ്യായ ഉപാസനാ പ്രകരണം കണ്ട് 6 ഉപാസനകൾ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു. 6 പേരുകളോടുകൂടി നമുക്ക് സമയം കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഇൻഡെക്സ് പോലെ എഴുതി ഉണ്ടാക്കുക. അതായത് അധ ബൃഹദാരണ്യ ഉപനിഷത്ത് അധ ശുക്ല യജുർവേദീയ ബൃഹദാരണ്യ ഉപനിഷത്ത് കാണ്വശാഹ എന്ന് ഹെഡിങ് കൊടുക്കുക, മധുകാന്ഡം എന്ന് ഹെഡിങ് കൊടുക്കുക, പ്രഥമോധ്യായം എന്ന് കൊടുക്കുക. എന്നിട്ട് ഓരോ ബ്രാഹ്മണത്തിൻ്റെയും പേര്, പ്രഥമ ബ്രാഹ്മണം അശ്വബ്രാഹ്മണം, ദ്വിതീയ ബ്രാഹ്മണം അഗ്നിബ്രാഹ്മണം, തൃതീയ ബ്രാഹ്മണം ഉദ്ഗീത ബ്രാഹ്മണം, ചതുർത്ഥ ബ്രാഹ്മണം പുരുഷവിധ ബ്രാഹ്മണം അല്ലേ, പഞ്ചമ ബ്രാഹ്മണം എന്തായിരുന്നു, പഞ്ചമ ബ്രാഹ്മണ പേര് ഓർക്കുന്നില്ല, ഇപ്പോൾ പറയാം, സപ്താന്ന ബ്രാഹ്മണം, ഷഷ്ട ബ്രാഹ്മണം, ഉക്ത ബ്രാഹ്മണം. അങ്ങനെ 6 ബ്രാഹ്മണങ്ങൾ അതിൻ്റെ പേര് എഴുതി വെച്ചാൽ പിന്നീട് നോക്കാൻ എളുപ്പമാണ്. രണ്ടാമത്തത് മുതൽ ഞാൻ പറയാം, നിങ്ങൾക്ക് എഴുതാനും മനസ്സിലാക്കാനുമുള്ള എളുപ്പത്തിന് വേണ്ടി. അങ്ങനെ 6 ബ്രാഹ്മണങ്ങളോടുകൂടി പ്രഥമോധ്യായം യാജ്ഞവൽക്യ മഹർഷി അനേകം ഉപാസനകൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ താല്പര്യം ഇത്ര മാത്രമേ ഉള്ളൂ, ഉപാസനയിലൂടെ നമ്മളെ ശ്രേഷ്ഠരാക്കുക, ഉത്തമോത്തമ അധികാരികളാക്കുക. ബ്രഹ്മവിദ്യ അധികാരമില്ലെങ്കിൽ എത്ര പരിശ്രമിച്ചാലും മോക്ഷം എന്ന ഫലം കിട്ടില്ല, മറ്റു ഫലങ്ങളൊക്കെ കിട്ടുമായിരിക്കും അല്ലേ. ശ്രേഷ്ഠ ഫലം അല്ലെങ്കിൽ പ്രൈമറി റിസൾട്ട് എന്ന് നമ്മൾ പറയാം, അത് കിട്ടില്ല. ബാക്കി അവാന്തര ഫലങ്ങൾ അല്ലേ, സെക്കൻഡറി റിസൾട്ട് ഒരുപാട് കിട്ടിയെന്ന് വരാം അല്ലേ, എനിക്ക് പേരും പ്രശസ്തിയും കിട്ടുമെന്ന് വരാം അല്ലേ, നോട്ടുമാലകൾ കിട്ടിയെന്ന് വരാം, അല്ലെങ്കിൽ മറ്റ് സുഖങ്ങൾ, ആളുകൾ വന്ന് സാഷ്ടാംഗം നമസ്കരിച്ചെന്ന് വരാം, ഇതൊക്കെ കിട്ടുക. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞാൻ ദുഃഖിയായിരിക്കും, അതാണ് ഫലം. അതുകൊണ്ട് ഈ യാജ്ഞവൽക്യ മഹർഷി നമ്മളോട് പറയുകയാണ്, ഉപാസന ഉണ്ടായേ മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് അതിൻ്റെ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നതിൻ്റെ കാരണം ഇമ്പോർട്ടൻസ് നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. ഏത് സാധന ചെയ്യുമ്പോഴും ഈ ഒരു ചിന്തയും കൂടെ കൂട്ടിച്ചേർക്കുക, ഞാൻ ഈ സാധന ചെയ്യുന്നത് മറ്റു പല കാര്യങ്ങൾക്കും ആകാം, അതൊക്കെ ഉണ്ട്, പക്ഷേ അതോടൊപ്പം എൻ്റെ ആധ്യാത്മിക വളർച്ചയ്ക്ക് കൂടി വേണ്ടിയാണ്. അത് പറഞ്ഞ് പ്രഥമാധ്യായം അവസാനിപ്പിച്ചു. ഇനി നമ്മൾ ദ്വിതീയ അധ്യായത്തിലേക്ക് പോവുകയാണ്. ഓം നമ പരമഋഷിഭ്യോ നമ പരമഋഷിഭ്യോ നമ പരമഋഷിഭ്യോ അല്ലേ. അപ്പോൾ ആ യാജ്ഞവൽക്യ മഹർഷിയാകുന്ന മഹാഗുരുവിനെ സാഷ്ടാംഗം നമസ്കരിക്കണം എല്ലാവരും മനസ്സുകൊണ്ട്. ആ മഹാഗുരുകുലത്തിൽ നമ്മൾ ഇരുന്ന് പഠിക്കുന്ന ഭാവനയോടുകൂടി, കൃതാർത്ഥതയോടുകൂടി, ഒരു ആനന്ദത്തോടു കൂടി വേണം പ്രവേശിക്കാൻ ദ്വിതീയ അധ്യായത്തിലേക്ക്. അധ
ശുക്ലയജുർവേദീയ കാണ്വശാഖ ബൃഹദാരണ്യ ഉപനിഷത്ത് പ്രഥമകാണ്ഡം മധുകാണ്ഡം അധ ദ്വിതീയോധ്യായഃ. ഇനി ഓരോ ബ്രാഹ്മണത്തിൻ്റെയും പേര് ഞാൻ ഇൻഡെക്സ് ആദ്യം പറയാം, നിങ്ങൾ എഴുതിയെടുത്തോളൂ, പിന്നെ എളുപ്പമാണ് അതിനു വേണ്ടി. എഴുതിക്കോളൂ. പ്രഥമ ബ്രാഹ്മണ, 6 ബ്രാഹ്മണങ്ങളുണ്ട് ഇതിൽ, 6 സെക്ഷൻ ഉണ്ട്. അതിൽ ഒന്നൊന്ന് നമ്പർ ഇട്ടിട്ട് എഴുതുക. പ്രഥമ ബ്രാഹ്മണം, അതായത് എന്തായിരിക്കും, ഫസ്റ്റ് സെക്ഷൻ അല്ലേ, അതാണ് പ്രഥമ ബ്രാഹ്മണം. നിങ്ങൾ പ്രഥമ ബ്രാഹ്മണം തന്നെ എഴുതിക്കോളൂ. കാരണം നമുക്ക് അപ്പോൾ എഴുതുന്തോറും സംസ്കൃതം കൂടുതൽ നമ്മുടെ എന്താ പറയുക ബുദ്ധിയിൽ ഉറയ്ക്കും. പ്രഥമ ബ്രാഹ്മണം, അതിൻ്റെ പേര് എഴുതിക്കോളൂ. പ്രഥമ ബ്രാഹ്മണം നമ്പർ 1 പ്രഥമ ബ്രാഹ്മണം എന്ന് എഴുതിയിട്ട് = അല്ലെ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ട് അതിൻ്റെ പേര് എഴുതിക്കോളൂ. അജാതശത്രു ബ്രാഹ്മണം. അജാതശത്രു ബ്രാഹ്മണം. അജാതശത്രു ബ്രാഹ്മണം. ഇനി രണ്ടാമത്തത് നമ്പർ 2 എന്ന് എഴുതിയിട്ട് ദ്വിതീയ ബ്രാഹ്മണം. ദ്വിതീയ ബ്രാഹ്മണം. ശിശു ബ്രാഹ്മണം. ശിശു ഇല്ലേ, ചൈൽഡ്, അത് ശിശു ബ്രാഹ്മണം. സെക്കൻഡ് സെക്ഷൻ ഏതാണ്, ശിശു ബ്രാഹ്മണം. അടുത്തത് തൃതീയ ബ്രാഹ്മണം, തേർഡ് സെക്ഷൻ. തൃതീയ ബ്രാഹ്മണം = മൂർത്താമൂർത്ത ബ്രാഹ്മണം. മൂർത്ത അമൂർത്ത ഒരുമിച്ച് എഴുതുമ്പോൾ മൂർത്ത ദീർഘം ഇട്ടിട്ട് വേണ്ട, സൈലൻ്റ് ആണ് അവിടെ. മൂർത്താന്ന് ദീർഘം ഇട്ടിട്ട് വീണ്ടും മൂർത്ത എന്ന് എഴുതുക. വായിക്കേണ്ടത് മൂർത്ത അമൂർത്ത. മൂർത്താമൂർത്ത ബ്രാഹ്മണം. തൃതീയ ബ്രാഹ്മണത്തിൻ്റെ പേര് മൂർത്താമൂർത്ത ബ്രാഹ്മണം. അടുത്ത ചതുർത്ഥ ബ്രാഹ്മണം, 4th സെക്ഷൻ, 4ാമത്തെ സെക്ഷൻ. നാലാമത്തെ സെക്ഷൻ മൈത്രേയി ബ്രാഹ്മണം. മൈത്രേയി പേര് കേട്ടിട്ടുണ്ടാകും എല്ലാവരും. മൈത്രേയി ബ്രാഹ്മണം, അതാണ് ചതുർത്ഥ ബ്രാഹ്മണത്തിൻ്റെ പേരാണ് മൈത്രേയി ബ്രാഹ്മണം. അടുത്തത് പഞ്ചമ ബ്രാഹ്മണം, 5th സെക്ഷൻ. പഞ്ചമ ബ്രാഹ്മണം. പഞ്ചമ ബ്രാഹ്മണം മധു ബ്രാഹ്മണം. മധു ഇല്ലേ നമ്മുടെ മധു, ആ വാക്ക് തന്നെയാണ്, ധനത്തിൻ്റെതായാണ് മധു ബ്രാഹ്മണം. മധു ബ്രാഹ്മണം. പഞ്ചമ ബ്രാഹ്മണത്തിൻ്റെ പേര് മധു ബ്രാഹ്മണം. അടുത്ത ഷഷ്ട ബ്രാഹ്മണം, 6th സെക്ഷൻ. ഷഷ്ട ബ്രാഹ്മണം. വംശബ്രാഹ്മണം. വംശബ്രാഹ്മണം. ഷഷ്ടബ്രാഹ്മണം, വംശബ്രാഹ്മണം. ഒന്നുകൂടെ പറയാം, നിങ്ങൾ എഴുതിയത് ശരിയാണോ നോക്കുക. അധ ദ്വിതീയോധ്യായം. പ്രഥമ ബ്രാഹ്മണം അജാതശത്രു ബ്രാഹ്മണം. ദ്വിതീയ ബ്രാഹ്മണം ശിശു ബ്രാഹ്മണം. തൃതീയ ബ്രാഹ്മണം മൂർത്താമൂർത്ത ബ്രാഹ്മണം. ചതുർത്ഥ ബ്രാഹ്മണം മൈത്രേയി ബ്രാഹ്മണം. പഞ്ചമ ബ്രാഹ്മണം മധുബ്രാഹ്മണം. ഷഷ്ടബ്രാഹ്മണം വംശബ്രാഹ്മണം. ഒന്നുകൂടെ പറയാം, അജാതശത്രു ബ്രാഹ്മണം, ശിശു ബ്രാഹ്മണം, മൂർത്താമൂർത്ത ബ്രാഹ്മണം, മൈത്രേയി ബ്രാഹ്മണം, മധുബ്രാഹ്മണം, വംശബ്രാഹ്മണം. ഇങ്ങനെ 6 സെക്ഷനായിട്ട് 6 ബ്രാഹ്മണങ്ങളായിട്ടാണ് ദ്വിതീയോധ്യായം യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു തരുന്നത്. ഇതിൽ ബ്രഹ്മവിദ്യാ പ്രകരണം ദ്വിതീയോധ്യായത്തിൻ്റെ മുഴുവനായിട്ടും പറഞ്ഞാൽ
അല്ലേ? ഒന്നാമത്തെ അധ്യായം എങ്ങനെയായിരുന്നു? ഉപാസനാ പ്രകരണം അല്ലേ? പ്രകരണം എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചാണ് ടോപ്പിക്ക്. ഉപാസനയാണ് മെയിൻ ടോപ്പിക്ക്. ഇവിടെ ദ്വിതീയോധ്യായത്തിലെ പ്രകരണം എന്താണ്? ബ്രഹ്മവിദ്യ അല്ലെ മോക്ഷവിദ്യ പ്രകരണം, എന്ത് വേണമെങ്കിലും പറയാം. അങ്ങനെയാണ് നമ്മൾ ആരംഭിക്കുന്നത്. നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. ഇനി പ്രഥമ ബ്രാഹ്മണത്തിലേക്ക് പ്രവേശിക്കാം. പ്രഥമ ബ്രാഹ്മണത്തിൻ്റെ പേര് അജാതശത്രു. ഇനി എഴുതിക്കോളൂ. അധ ദ്വിതീയോധ്യായ പ്രഥമ ബ്രാഹ്മണ അജാതശത്രു ബ്രാഹ്മണ എന്നെഴുതി ഹെഡിങ് വരയ്ക്കുക. എഴുതിക്കോളൂ. പിന്നീട് എഴുതാന്ന് വെച്ചാൽ സമയമൊന്നും കിട്ടൂല, ഇപ്പം തന്നെ എഴുതിക്കോളൂ. അധ ദ്വിതീയോധ്യായ പ്രഥമ ബ്രാഹ്മണ അജാതശത്രു ബ്രാഹ്മണ എന്നെഴുതി അണ്ടർലൈൻ ചെയ്യുക. ഇനി നമുക്ക് ഇതിലുള്ള കാര്യങ്ങളുടെ സമ്മറിയും കൂടെ പറഞ്ഞിട്ട് മന്ത്രത്തിലേക്ക് പ്രവേശിക്കാം. ഇതിൽ ടോട്ടൽ 20 മന്ത്രങ്ങളുണ്ട്. ടോട്ടൽ 20 മന്ത്രം. ഗുരു ശിഷ്യ ആഖ്യായിക. അടുത്ത പോയിന്റ്, ഗുരുവും ശിഷ്യനും തമ്മിലുള്ള സംവാദ രൂപത്തിൽ, കഥരൂപത്തിലാണ് ഈ ബ്രാഹ്മണം യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഇതിനെ എന്ത് പറയും? ഗുരു ശിഷ്യ ആഖ്യായിക. ആഖ്യായിക എന്ന് വെച്ചാൽ സ്റ്റോറി ടെല്ലിംഗ്, കഥ. ഗുരു ശിഷ്യ ആഖ്യായിക. അതിൽ ഗുരുനാഥൻ്റെ പേര് എഴുതിക്കോളൂ. ഗുരു അജാതശത്രു. ഗുരുനാഥൻ്റെ പേരാണ് അജാതശത്രു. മഹാഗുരു യാജ്ഞവൽക്യ മഹർഷി തന്നെ. അദ്ദേഹം ഒരു കഥ നമ്മൾക്ക് പറഞ്ഞു തന്ന് കഥരൂപത്തിൽ ബ്രഹ്മവിദ്യ പറഞ്ഞു തരികയാണ്. ആ കഥയിൽ വരുന്ന കഥാപാത്രമാണ് അജാതശത്രു. ഇപ്പം നമ്മൾ മഹാഭാരതമൊക്കെ പഠിക്കില്ലേ, മെയിൻ കഥ, അതിൽ ഉപകഥയില്ലേ, അതുപോലെ തന്നെ ഇവിടെ മെയിൻ കഥ യാജ്ഞവൽക്യ മഹർഷിയാണ്. അതിൽ അദ്ദേഹം പറഞ്ഞു തരുന്ന ഉപകഥയാണ് അജാതശത്രുവിൻ്റെ. അതുകൊണ്ട് ഇവിടെ ഗുരുനാഥൻ്റെ പേര് അജാതശത്രു. ശിഷ്യൻ ഗാർഗി അല്ലെങ്കിൽ ബാലാഗി, 2 പേരുണ്ട്. ഒരാൾ തന്നെ അദ്ദേഹത്തിന് 2 പേരുകൾ. ഗാർഗിൻ്റെ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു കോമ ഇട്ടിട്ട് ബാലാഗി, 2 പേര്. ഗാർഗി ഓർ ബാലാഗി. എഴുതിയല്ലോ. ടോട്ടൽ 20 മന്ത്ര. ഗുരു ശിഷ്യ ആഖ്യായിക. ഗുരുനാഥൻ്റെ പേര് അജാതശത്രു. ശിഷ്യൻ്റെ പേര് ഗാർഗി അല്ലെങ്കിൽ ബാലാഗി. ഇതിൽ ഇനി എഴുതിക്കോളൂ. 20 മന്ത്രം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. മന്ത്രം 1. മന്ത്രം 1 ആഖ്യായിക ആരംഭം. മന്ത്രം 1 ആഖ്യായിക ആരംഭം. ആഖ്യായിക തുടങ്ങുകയാണ്. കഥയിലേക്ക് പ്രവേശിക്കുന്നതിനും കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തി, പരിസരം പരിചയപ്പെടുത്തി നമ്മളെ കഥയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഒന്നാമത്തെ മന്ത്രം. പിന്നെ അവിടെ തന്നെ ഗുരു ശിഷ്യ ഉപസത്തിയും കൂടിയുണ്ട്. ആഖ്യായിക ആരംഭമാണ് മെയിൻ ഹെഡിങ്. പിന്നെ ഒരു സബ്ബായിട്ട് വേണ്ടവർ എഴുതിക്കോളൂ. നിങ്ങൾ വ്യാഖ്യാനങ്ങളിൽ കാണാറില്ല, അത് ആഖ്യായിക ആരംഭമേ ഉള്ളൂ. മനസ്സിലാക്കാൻ വേണ്ടി എഴുതിക്കോളൂ ഗുരു ഉപസത്തി. ഈ വാക്കൊന്നും ആർക്കും മറന്നിട്ടില്ലെന്ന് വിചാരിക്കുന്നു. ഒക്കെ അറിയാം ഈ വാക്കുകളൊക്കെ, എന്താണ് ഗുരു ഉപസത്തി എന്നൊക്കെ. അതാണ് മന്ത്രം 1. ഇനി മന്ത്രം 2 മുതൽ 13 വരെ. മന്ത്രം 2 മുതൽ 13, 2 to 13, 1-3. സഗുണ ബ്രഹ്മ ഉപാസന. അവിടെ ഉപാസനയാണ് വരുന്നത്. സഗുണ ബ്രഹ്മ ഉപാസന. 2 മുതൽ 13 വരെ സഗുണ ബ്രഹ്മ ഉപാസന. അതായത് ഗുരുവായ അജാതശത്രു ബാലാഗിയോട് പറയുകയാണ്, ഞാൻ ബ്രഹ്മവിദ്യ പറഞ്ഞു തരുന്നതിന് മുമ്പ് നീ ഉപാസന ചെയ്ത് ആദ്യം റെഡി ആയിട്ട് വാ,
എന്നിട്ട് ഞാൻ നിനക്ക് ബ്രഹ്മവിദ്യ പറയാം എന്നുള്ള ആ ഭാവം. അതാണ് 2 മുതൽ 13 വരെ. അടുത്തത് മന്ത്രം 14 മുതൽ 20 വരെ, 14 to 20, 14 മുതൽ 20 വരെ നിർഗുണ ബ്രഹ്മജ്ഞാന ഉപദേശം. നിർഗുണ ബ്രഹ്മജ്ഞാനോപദേശം, അതായത് ബ്രഹ്മവിദ്യാ ഉപദേശം എന്നും പറയാം. അതിന് നിർഗുണ ബ്രഹ്മ ജ്ഞാനോപദേശം. ഇവിടെ ഗുരു എന്താണ് മോക്ഷത്തിന് വേണ്ടി നീ ചെയ്യേണ്ടത് എന്ന് ഉപാസനയ്ക്കനന്തരം അധികാരം നേടിയ ശിഷ്യനോട് ഉപദേശിക്കുകയാണ് അല്ലേ. അപ്പം ഇത്രയും ഉപാസന പറഞ്ഞിട്ടും കഥയിലൂടെ ഈ യാജ്ഞവൽക്യ മഹർഷി അജാതശത്രുവിനെയൊക്കെ കൊണ്ടുവന്നിട്ട് വീണ്ടും ഉപാസന പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അത്രയും പ്രാധാന്യമുണ്ട് ഉപാസനയ്ക്ക് അല്ലേ. അല്ലെങ്കിൽ അദ്ദേഹം ഒരു രൂപകഥ കൊണ്ടുവരേണ്ട ഒരു കാര്യവുമില്ല. നമുക്കതിലേക്ക് പ്രവേശിക്കാം. എല്ലാവരുടെ കയ്യിലും ബുക്കുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഓരോ വാക്കുകളായിട്ട് പഠിക്കാം. വീണ്ടും ഞാൻ പറയുന്നു, യാജ്ഞവൽക്യ മഹർഷിയെ എല്ലാവരും മനസ്സുകൊണ്ട് നമസ്കരിക്കുക. അദ്ദേഹത്തിനോട് അനുവാദം ചോദിക്കുക. ഞാൻ പഠിച്ചോട്ടെ, ഞാൻ ബ്രഹ്മവിദ്യ ആരംഭിക്കുകയാണ്, എനിക്ക് ഉപാസനയൊന്നും അധികം ചെയ്ത് അധികാരമൊന്നുമില്ല, ചിത്തശുദ്ധിയൊന്നുമില്ല, ഞാനൊരു മന്ദാധികാരിയാണ്, പക്ഷേ ഞാൻ അങ്ങയോട് അനുവാദം ചോദിക്കുന്നു, ഇതൊരാവർത്തിയെങ്കിലും പഠിക്കാൻ സാധിക്കണേ അല്ലേ. നമുക്ക് അനുവാദത്തോടുകൂടി ആരംഭിക്കാം. അധ ദ്വിതീയോധ്യായഃ പ്രഥമ ബ്രാഹ്മണഃ അജാതശത്രുബ്രാഹ്മണം പ്രഥമമന്ത്രം. ആഖ്യായിക ആരംഭം. ഓം ദൃപ്ത ബാലാകിഹി. ബാലാകി എന്നേ ഉള്ളായിരിക്കും നിങ്ങളുടെ ബുക്കിൽ. ബാലാഗിർ എന്നാണ് അല്ലേ. മൃഡാനന്ദ സ്വാമിജിയുടെ ബുക്കുള്ളവർ പേജ് 119, പേജ് 119. ഓം ദൃപ്ത ബാലാകിഹി. വെട്ടിയിട്ട് വിസർഗാക്കുക അവിടെ. ബാലാകിഹി. ഹ അനൂചാനഹ. ഹ അനു ആയാണ്. ഹ കഴിഞ്ഞൊരു അല്ലേ, ആയാണ് അവിടെ കേട്ടോ, ദീർഘം അല്ലേ. ഹ കഴിഞ്ഞ് ദീർഘം ആ എന്ന ശബ്ദമാണ്. അനൂചാനഹ, അവിടെയും വിസർഗമാണ്. അനൂചാനഹ. ഓം ദൃപ്ത ബാലാകിഹി ഹ അനൂചാനഹ ഗാർഗ്യ ആസ. ഗാർഗ്യ ആസ കോമ. സഹോവാച അജാതശത്രും. സഹോവാച അജാതശത്രും കാശ്യാം. കാശ്യാം കഴിഞ്ഞ കോമയുണ്ട് കേട്ടോ. കാശ്യാം പോസ് ചെയ്യണം. കാശ്യാം. ബ്രഹ്മതേ ബ്രവാണി ഇതി. ബ്രഹ്മതേ ബ്രവാണി ഇതി. ബ്രവാണി അധികം ഇതി. ഈ സൈലൻ്റ് ആണ്. നീ ദീർഘം ഇട്ടിരിക്കുകയാണ്. ബ്രവാണി ഇതി. അവിടെ ഫുൾ സ്റ്റോപ്പ്. ബ്രവാണി ഇതി. ഫുൾ സ്റ്റോപ്പിന് എന്താ പറയുന്നത്? വിരാമം അല്ലേ. ഫുൾ സ്റ്റോപ്പിന് സംസ്കൃതത്തിൽ പറയുന്ന വാക്കാണ് വിരാമം. സഹോവാച അജാതശത്രുഃ. സഹ ഉവാച അജാതശത്രുഃ. വിസർഗ കോമ. സഹ ഉവാച അജാതശത്രുഃ. സഹസ്രം ഏതസ്യാം. സഹസ്രം ഏതസ്യാം. സഹസ്രം അധികം ഏതസ്യ. നിങ്ങൾക്ക് അന്വയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ താഴെ നോക്കിയാൽ മതി. വേർഡ് ബൈ വേർഡ് മീനിങ്ങിൽ മൃഡാനന്ദ സ്വാമിജി അന്വയിച്ച് എഴുതിയിട്ടുണ്ട് കേട്ടോ. സഹസ്രം ഏതസ്യാം വാജി ദദ്മഹ. സഹസ്രം ഏതസ്യാം വാജി ദദ്മഹ കോമ. ജനകോ ജനക ഇതി.
വൈ ജനാ ധാവന്തി ഇതി. ഫുൾ സ്റ്റോപ്പ്, പൂർണ്ണവിരാമം. ജനകോ ജനക ഇതി വൈ ജനാം ധാവന്തി ഇതി. ഒന്നുകൂടെ പറയാവേ, ശ്രദ്ധിക്കണേ. ഓം ദൃപ്തബാലാഗിഃ ഹ അനൂചാനഃ ഗാർഗ്യ ആസ സഹോവാച അജാതശത്രും കാശ്യാം ബ്രഹ്മദേ ബ്രവാണി ഇതി. സഹോവാച അജാതശത്രുഃ സഹസ്രം ഏതസ്യാം വാജി ദദ്മഃ ജനകോ ജനക ഇതി വൈ ജനാ ധാവന്തി ഇതി. ഒന്ന് ചൊല്ലാം. ഓം ദൃപ്തബാലാഗിഃ ഹ അനൂചാനഃ ഗാർഗ്യ ആസ സഹോവാച അജാതശത്രും കാശ്യാം ബ്രഹ്മദേ ബ്രവാണി ഇതി. സഹോവാച അജാതശത്രുഃ സഹസ്രം ഏതസ്യാം വാജി ദദ്മഃ ജനകോ ജനക ഇതി വൈ ജനാ ധാവന്തി ഇതി. ഇനി ഒരുമിച്ച് ഒന്നുകൂടെ ചൊല്ലാം. ഓം ദൃപ്തബാലാഗിഃ ഹ അനൂചാനഃ ഗാർഗ്യ ആസ സഹോവാച അജാതശത്രും കാശ്യാം ബ്രഹ്മദേ ബ്രവാണി ഇതി. സഹോവാച അജാതശത്രുഃ സഹസ്രം ഏതസ്യാം വാജി ദദ്മഃ ജനകോ ജനക ഇതി വൈ ജനാ ധാവന്തി ഇതി. യാജ്ഞവൽക്യ മഹർഷി ഓംകാരത്തോടുകൂടി ദ്വിതീയ അധ്യായവും ആരംഭിക്കുകയാണ്. ഞാൻ മംഗളകരമായ കാര്യം ചെയ്യാൻ പോവുകയാണ്. യാജ്ഞവൽക്യ മഹർഷി നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൽ കൂടുതൽ മംഗളമൊന്നും എനിക്ക് പറഞ്ഞു തരാനില്ല. അതുകൊണ്ട് നമുക്ക് ആ മംഗളത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. ദൃപ്തബാലാഗിഃ. ദൃപ്ത എന്ന് വെച്ചാൽ ഗർവിയായ എന്നാണ്, അഹങ്കാരി എന്നുള്ള അർത്ഥമാണ് ദൃപ്ത. നമ്മൾ പഠിച്ചിട്ടുണ്ട് ചാന്തോക്യ ഉപനിഷത്തിലെ ശ്വേതകേതുവിൻ്റെ കഥയിൽ ദൃപ്ത. അതിന് അവിടെ മറ്റൊരു വാക്കായിരുന്നു സ്തബ്ധ അനൂചാനമാനി. അച്ഛൻ്റെ അടുത്ത് പഠിത്തം കഴിഞ്ഞ് വന്നിട്ട് ഗർവത്തോടുകൂടി ഇരുന്നില്ലേ, അനങ്ങാണ്ട്. അവിടെ പഠിച്ചിരുന്നു ഈ വാക്ക്. ജസ്റ്റ് ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ ഞാൻ ഒരു പറഞ്ഞ കാര്യം തന്നെ ഒരിക്കൽ കൂടി പറയുന്നു. നമ്മൾ ഈ ബൃഹദാരണ്യം പഠിക്കുമ്പോഴൊക്കെ പണ്ട് പഠിച്ച ഉപനിഷത്തുക്കളുടെ ഒക്കെ മനന വിചാരം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വളരെ സ്ലോയിലേ പോവുള്ളൂ. അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, എല്ലാവർക്കും ക്ഷമയുണ്ടാകണം, എങ്കിലേ ഇത് ഗ്രഹിക്കാൻ സാധിക്കും. ദൃപ്ത എന്ന് വെച്ചാൽ ഗർവിയായ, അഹങ്കാരിയായ. ആരാണ്? ബാലാഗിഃ. ബാലാഗിഃ എന്ന് വെച്ചാൽ ബാലാഗി എന്നൊരാൾ എന്നാണ്. ബാലാഗി എന്ന് പേരായ ഒരാൾ. പിന്നെ അയാളെക്കുറിച്ച് പറയും. എന്നിട്ട് അടുത്ത വാക്ക് ഹ അനൂചാനഃ അല്ലേ. അനൂചാനഃ. അടുത്ത അനൂചാനഃ. അനൂചാനഃ എന്ന് വെച്ചാൽ ഇവിടെ എഴുതിക്കോളൂ, സഗുണ ബ്രഹ്മ പഠന അനന്തരം. അതായത് ഗുരുകുലത്തിലെ ശിക്ഷണാനന്തരം. നമ്മൾ ഈ ബാലാഗി എന്ന ആളെ ചെറുപ്പത്തിലെ ഗുരുകുലത്തിൽ വിട്ട് പഠിപ്പിച്ചു അദ്ദേഹത്തിൻ്റെ പിതാവ്. എന്നിട്ട് എന്ത് ചെയ്തു? അതിനനന്തരം, പഠനാനന്തരം അനൂചാനഃ. ഹ എന്ന് വെച്ചാൽ അയാൾ. ആര്? ബാലാഗി. ദൃപ്തബാലാഗിഃ ഹ അനൂചാനഃ. പഠനാനന്തരം എന്ത് ചെയ്തു? ആസ. ആസ എന്ന് വെച്ചാൽ വന്നു, ഉപസദിച്ചു. ആസ എന്ന വാക്കിൻ്റെ അർത്ഥം അടുത്ത് വരിക എന്നാണ്. ഇവിടെ എന്തായിരിക്കും അർത്ഥം? ഉപസദിച്ചു, അടുത്ത് വന്നു. ആരുടെ അടുത്ത് വന്നു? ഗാർഗ്യേ അല്ലേ. ഗാർഗി എന്ന ആളുടെ അടുത്ത് വന്നു.
അപ്പം ഈ കഥാപാത്രങ്ങൾ ഇനി നമ്മുടെ മുന്നിലുണ്ടായിരിക്കണം. യാജ്ഞവൽക്യ മഹർഷി നമ്മളോട് പറഞ്ഞു തരികയാണ്. എന്താണ്? 2 കഥാപാത്രങ്ങൾ. ഒന്ന് ബാലാകി അല്ലേ, എന്ന ആളുടെ അടുത്ത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് തന്നെ എന്താണ്, ഗാർഗി എന്ന മറ്റൊരു പേര്. അദ്ദേഹത്തിൻ്റെ അടുത്ത്, ഞാൻ ആദ്യം പറഞ്ഞ ഗർവിയായ ബാലാകി എന്ന ആള് വേദപഠന അനന്തരം, ഇത് രണ്ടും ഒരാളാണ് കേട്ടോ. ബാലാകി തന്നെയാണ് ഗാർഗി, ശിഷ്യൻ്റെ പേരാണ്. ഇത് 2 പേരുകളാണ്. ഇനി എന്തുകൊണ്ടാണ് ഗാർഗി എന്നുള്ള പേര്, ഈ ബാലാകിക്ക് ഗാർഗി എന്നുള്ള പേര് വരാൻ കാരണം? അത് എഴുതിക്കോളൂ. ഗർഗഗോത്ര ജാനാതി ഇതി ഗാർഗി. ഗർഗഗോത്ര ജാനാതി, അല്ലെ ഗാർഗ്യൻ എന്നും പറയാം. ഗാർഗി എന്ന് നീട്ടി പറയുമ്പോൾ സ്ത്രീലിംഗമായി പോകും. ഗാർഗേ എന്നാണ് ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഗാർഗൻ്റെ ഗർഗ ഗോത്ര ജാനാതി ഇതി ഗാർഹ്യഃ. ഗർഗഗോത്ര ജാനാതി ഇതി ഗാർഹ്യഃ. ആരാണ് ബാലാകി? ആരാണ്? ഗർഗഗോത്രത്തിൽ ജനിച്ചതുകൊണ്ട് ആ ഗോത്രനാമമായിട്ട് എന്താണ്, ഗാർഗ്യൻ അല്ലെങ്കിൽ ഗാർഗി, ദീർഘയില്ല, ഗാർഗി എന്ന പേരും പറയും. ഗാർഗി എന്നും പറയാറുണ്ട്. പക്ഷെ ഗാർഗ്യൻ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ അല്ലേ, ഇപ്പോൾ കൃഷ്ണൻ, രാമൻ ഇങ്ങനെയാണ് നമ്മൾ പറയുക അല്ലേ, ഇന്ന് ചേർത്താണ് പറയുക. അപ്പോൾ അങ്ങനെയും പറയാം, ഗാർഗ്യൻ. എന്താണ്? ഗർഗഗോത്ര ജാനാതി, ഗർഗഗോത്രത്തിൽ ജനിച്ചു. ഇപ്പം കശ്യപൻ എന്താണ്? കശ്യപഗോത്ര ജാനാതി ഇതി കശ്യപഃ അല്ലേ. അങ്ങനെ ഏത് ഗോത്രത്തിലാണോ ജനിക്കുന്നത്. നമ്മൾ ഈ 2 പേരുകൾ മറ്റു പലയിടത്തും പഠിച്ചിട്ടുണ്ടല്ലേ. എന്താ? ആരുണിഹി അല്ലേ, ആരുണിയുടെ പുത്രൻ എന്ന് പറഞ്ഞ് മറ്റു പലയിടത്തും നമ്മൾ 2 പേരുകൾ പഠിച്ചിട്ടുണ്ട് ഗോത്രനാമങ്ങളോടുകൂടി ഉപനിഷത്തുക്കളിൽ. അത് തന്നെ ഇവിടെയും പറയുന്നു. ഇപ്പം ഗർഗഗോത്രത്തിൽ പിറന്നവനാണ് ആര്? ബാലാകി അല്ലെങ്കിൽ ഗാർഹ്യൻ എന്നു പേരായ ആൾ. എൻ്റെ അടുത്തതിലേക്ക് പോവുകയാണ്. ആ കഥ ഓർമ്മണം. ഇപ്പോൾ 2 കഥാപാത്രങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. എന്നിട്ട് എന്ത് ചെയ്തു ഇദ്ദേഹം, ഈ കുട്ടി? സഹ ഉവാച. സഹ എന്ന് വെച്ചാൽ അവൻ. ആര്? ഈ ബാലാകി. സഹ ബാലാകി എഴുതിക്കോളൂ. സഹ എന്ന വാക്കിൻ്റെ അവിടെ സഹ ബാലാഹി. ഈ ബാലാകി എന്ത് ചെയ്യും? ഹ ഉവാച. അതിനുശേഷം ഈ പഠനമൊക്കെ കഴിഞ്ഞ് ഗുരുകുലത്തിൽ നിന്നൊക്കെ വന്ന് ഇദ്ദേഹം ഈ അഹങ്കാരിയായ, നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ അങ്ങനെയാണല്ലേ, ഞാൻ കുറേ പഠിച്ചു, ഭയങ്കര ഗർവമാണ്, ഞാൻ ഗുരുകുലത്തിൽ പഠിച്ച ആളാണ്, അല്ലെങ്കിൽ ഇന്ന മഹാ ആചാര്യന്മാരുടെ ശിഷ്യയാണ് അല്ലെ ശിഷ്യനാണ്. അപ്പം ഒരു ഗർവം ഉണ്ടാവും അല്ലേ. ഒരുപാട് ഗർവമുള്ളവരെ നമ്മൾ കണ്ടതാണ്. ശ്വേതകേതു, നാരദ മഹർഷി, ഒരുപാട് പേരെ കണ്ട. അതുപോലെ തന്നെ ഒരു അടുത്ത കഥാപാത്രമാണ് ബാലാകി. ബാലാകി എന്ന വാക്കിന് ഇവിടെ വ്യാഖ്യാനം പറയുന്നില്ല, അതുകൊണ്ടാണ് അത് പറയാഞ്ഞത്. ബാലാകി എന്ന വാക്കിന് അദ്ദേഹം ഒരു ചെല്ലപ്പേരാണ്. ശരിക്കും ഗാർഹ്യഃ എന്നാണ് യഥാർത്ഥ നാമം. പിന്നെ നമ്മൾ പെറ്റ് നെയിമില്ലേ, അതാണ് ബാലാകി. ഇങ്ങനെ വിളിക്കുകയാണ്, അതിന് അർത്ഥമൊന്നുമില്ല പ്രത്യേകിച്ച്. ആ ബാലാകി എന്ത് ചെയ്തു? ഹ ഉവാച. ഹ അവനോടായിക്കൊണ്ട്, ഉവാച. ഉവാച എന്ന് വെച്ചാൽ ചോദിച്ചു അല്ലേ. ഉക്തം വാചഃ ഇത് ഉവാച നമ്മൾ പഠിച്ചിട്ടുണ്ട്. നല്ല ഉക്തമായിട്ട് പറയുക, ചോദിക്കുക, അതാണ് ഉവാച എന്ന വാക്കിൻ്റെ അർത്ഥം. ചോദിച്ചു അല്ലെ, ഈ വിധം പറഞ്ഞു. ആരോടായിക്കൊണ്ട്? ആ ആളുടെ പേരാണ് അടുത്തത്, അജാതശത്രും. ഇപ്പം നമ്മുടെ മനസ്സിൽ അടുത്ത കഥാപാത്രം വരണ ആര്? അജാതശത്രു. ഇനി അജാതശത്രു എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതിക്കോളൂ. നമ്മളെ സംബന്ധിച്ച് അതാണ് ഇനി ഇമ്പോർട്ടൻ്റ് ഇവിടെ.
അജാതശത്രു. ഇച്ചിരി വലുതാണ്, വേണ്ടവർ മാത്രം എഴുതിയാൽ മതി. ന അന്തരഃ ന അന്തരഃ ന ബാഹ്യഃ. ന അന്തരഃ ന ബാഹ്യഃ ജാതഃ ശത്രുഃ ഇതി അജാതശത്രുഃ. ന അന്തരഃ ന ബാഹ്യഃ ജാതഃ ശത്രുഃ ഇതി അജാതശത്രുഃ. എഴുതാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം. ന അന്തരഃ ന ബാഹ്യഃ ജാതഃ ശത്രുഃ ഇതി അജാതശത്രുഃ. എന്ന് വെച്ചാൽ എന്തായിരിക്കണം? പുറമേയോ അകത്തോ ഒരു ശത്രുവും ഇല്ലാതെ ജനിച്ചവനാരോ അവനെയാണ് അജാതശത്രു എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടെ പറയാം. അല്ല, അന്തരഃ എന്ന് വെച്ചാൽ എന്താണ്? അകത്ത്. ബാഹ്യഃ എന്ന് വെച്ചാൽ പുറത്ത്. ന അന്തരഃ എന്ന് വെച്ചാൽ ഉള്ളിൽ ഒരാളും ഇല്ല ശത്രുവായിട്ട്. നമ്മുടെ ഉള്ളിൽ എത്ര ശത്രുക്കളുണ്ടെന്ന് നമുക്കേ അറിയുള്ളൂ. ബാഹ്യഃ എന്ന് വെച്ചാൽ ന ബാഹ്യഃ എന്ന് വെച്ചാൽ പുറമേയും ഇല്ല. പുറമേ ഉള്ളതിൻ്റെ ലിസ്റ്റ് എടുത്താൽ പോയാൽ നമുക്കറിയാം. ഇദ്ദേഹത്തിന് ജന്മന, അതാണ് ജാതഃ എന്ന് പറഞ്ഞിരിക്കുന്നത്. ജന്മം മുതലേ അല്ലേ, നമ്മളൊക്കെ ജനിക്കുമ്പോൾ ഒരു ശത്രുക്കളും കാണുമില്ല, എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അല്ലെ പിന്നെ ഭഗവാനെ പോലെയുള്ള അവതാരമാണ് കംസാദി ശത്രുക്കൾ. നമ്മുടെ കാര്യം എടുത്താൽ ജനിക്കുമ്പം കാണൂല, കുറച്ച് ഒരു അംഗനവാടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് പ്രായമാകും അല്ലേ, ഒരു പക്വത വരുന്ന സമയത്താണ് പിന്നെ അല്ലേ ശത്രുക്കളുടെ എണ്ണം തുടങ്ങുക. അത് അകത്തും ഉള്ളത് പുറമേ ഉള്ളത്. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഗുണം എന്താണ്? ജാതഃ, ജന്മനാൽ ഒരു ശത്രുക്കളും ഇല്ല. മഹാജന്മം തന്നെ അല്ലേ, അങ്ങനെയുള്ള ജന്മങ്ങൾ. അപ്പോൾ ഈ വാക്കിൽ തന്നെ അറിയാം ഗുരുവിൻ്റെ മഹത്വം. ഇത് ബ്രഹ്മനിഷ്ഠൻ, വളരെ ചുരുക്കി പറഞ്ഞ ബ്രഹ്മനിഷ്ഠൻ അല്ലെ ജീവൻ മുക്തൻ. അവർക്ക് മാത്രമേ ഉള്ളൂ, അവർ ശരീരം എടുക്കുമ്പോഴേ ഒരു ശത്രുക്കളും ഇല്ലാതിരിക്കുകയുള്ളൂ അല്ലേ. യോഗഭ്രഷ്ടരായി ജനിക്കുന്നവർ, ഗീതയുടെ ഭാഷയിൽ പറഞ്ഞ യോഗഭ്രഷ്ടൻ, അവരാണ് അജാതശത്രു എന്നത്. അതാണ് ഇതി അജാതശത്രു. അവരെ വിളിക്കുന്ന പേരാകുന്നു എന്ത്? അജാതശത്രു എന്നത്. സഹോവാച അജാതശത്രു. ബാലാകി അജാതശത്രുവിൻ്റെ അടുത്ത് പറഞ്ഞു അല്ലെ ചോദിച്ചു. ഇനി അജാതശത്രു ആര് എന്ന് അദ്ദേഹത്തിൻ്റെ കുറച്ചൊരു ബ്രീഫ് ബയോഡാറ്റ പറയുകയാണ്, അല്ലെ ഒരു ചെറിയൊരു അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണ്. അദ്ദേഹം ആരാണ്? അജാതശത്രും കാശ്യാം. കാശ്യാം എന്ന് മാത്രം പറയും, ഒറ്റ വാക്കിൽ തീർത്തിരിക്കുകയാണ് യാജ്ഞവൽക്യ മഹർഷി. കാരണം അദ്ദേഹത്തിന് കൂടുതൽ കഥ വിസ്തരിക്കാൻ താല്പര്യമില്ല അല്ലേ. ഉപനിഷത്തിൻ്റെ രീതി നിങ്ങൾക്കറിയാം, വളരെ വിസ്തരിച്ച് കഥ പറയില്ല, ഒറ്റ വാക്കിൽ അല്ലെ 2 or 3 വാക്കിൽ അവസാനിപ്പിക്കും. നമ്മൾ പിന്നെ വ്യാഖ്യാനത്തിൽ നിന്നും പഠിച്ചോണം എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കാശ്യാം എന്ന് വെച്ചാൽ കാശി രാജ എന്നാണ്. കാശി എന്ന രാജ്യത്തെ രാജാവാണ് അജാതശത്രു. അതാണ് കാശ്യാം. കാശ്യാം എന്നുള്ള വാക്കിന് ഒരുപാട് അർത്ഥം എടുക്കാം. കാശി ദേശത്ത് ജനിച്ചവൻ എന്നെടുക്കാം, കാശി ദേശത്ത് ജീവിക്കുന്നവൻ എന്നെടുക്കാം. പക്ഷെ അതൊന്നും അല്ല ഇവിടെ യാജ്ഞവൽക്യ മഹർഷി ഉദ്ദേശിക്കുന്നത്. ഈ അജാതശത്രു എന്ന ആള് കാശ്യാം രാജഃ, അതിന് ബ്രാക്കറ്റിൽ എഴുതിക്കോളൂ. കാശ്യാം എന്നുള്ളതിൻ്റെ താഴെ കാശ്യാം രാജഃ. കാശി എന്ന രാജ്യത്തെ രാജാവാണ് ആര്? അജാതശത്രു. എന്നിട്ട് ഇദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞു. അജാതശത്രു ആരെന്ന് എഴുതിയെന്ന് വിചാരിക്കുന്നു. ന അന്തരഃ ന ബാഹ്യഃ ജാതഃ ശത്രുഃ അല്ലേ. ഇത് അജാതശത്രു, മറക്കരുത് ആ അർത്ഥം. ആ അജാതശത്രു കാശി രാജ്യത്തെ രാജാവ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, രാജാവെന്ന് ഇവിടെ പറയുകയാണ്.
രാജാവിന് അകത്തും പുറത്തും ശത്രുക്കളില്ലെന്ന്. അപ്പോൾ ആ രാജാവ് ആരായിരിക്കും? നിങ്ങളൊന്ന് ഭാവന ചെയ്ത് നോക്കൂ അല്ലേ. നിസാരക്കാരനല്ല. രാജാവായിരുന്നാൽ അകത്ത് ശത്രുക്കളെ ജയിക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ നിഷ്ഠ കൊണ്ട്, സാധന കൊണ്ട് ഒക്കെ സാധിക്കും. പക്ഷെ പുറമേയോ അല്ലേ, ഒരു രാജാവായിരുന്ന 100 കണക്കിന് ശത്രുക്കളുണ്ടാവും അല്ലേ. അത് രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ കാണും. അടുത്ത രാജാവാകാൻ പരിശ്രമിക്കുന്നവർ അല്ല, ഇദ്ദേഹത്തിൻ്റെ തലയൊന്ന് മണ്ണിൽ കുത്താൻ നോക്കുന്നവർ, എനിക്ക് അടുത്ത അധികാരത്തിന്, അങ്ങനെ അകത്തുള്ളവർ അല്ലേ. മന്ത്രിമാർ ശത്രുക്കൾ, മറ്റ് സേനകളൊക്കെ കാണാം, അവിടെയൊക്കെ കാണും. അകത്തും ശത്രു, രാജ്യത്തിൻ്റെ അകത്തും കാണും. പുറമേയുടെ കാര്യം പറയേണ്ട കാര്യമില്ല, പുറമേ അതിലും വലിയ ശത്രുക്കളും കാണും. അങ്ങനെയുള്ള രാജാവായ അജാതശത്രുവിൻ്റെ ഇവിടെ എന്താണ് അദ്ദേഹത്തിൻ്റെ വിശേഷണം? അദ്ദേഹത്തിന് പുറമേ ശത്രുക്കളില്ലെന്ന്. അതുകൊണ്ടാണ് ഈ പേര്. പിന്നെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം. ഇത് ജനിച്ചപ്പോൾ ഇട്ട പേരാണ്, ജാതക എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലേ. അപ്പോൾ ജനിക്കുമ്പോഴേ എങ്ങനെ അറിയാം ഈ കുട്ടിക്ക് പുറമേ അകത്തും ഒന്നും ശത്രുക്കൾ കാണുമില്ലെന്ന് അല്ലേ. അപ്പോൾ ഈ ക്ഷത്രിയന്മാർക്ക് രാജകുലത്തിൽ ഒരു ഗുരു ഉണ്ടാകും, രാജഗുരു ഉണ്ടാകും അല്ലേ. അദ്ദേഹമാണ് ഇവർക്കൊക്കെ പേരിടുന്നത്. നമുക്ക് രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ കാണാം അല്ലേ. ഇപ്പോൾ വസിഷ്ഠ മഹർഷിയാണ് രാമൻ എന്നുള്ള പേരിട്ടത്, ലക്ഷ്മണൻ എന്നുള്ള പേരിട്ടത്, ഇതൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ. വസിഷ്ഠ മഹർഷിയല്ലേ പേരിട്ടത്, കുലഗുരുവായ. അതുപോലെ തന്നെ ഇവിടെ കാശി രാജ്യത്തിൻ്റെ ഗുരുനാഥൻ പേരിടും. അപ്പോൾ ആ കുട്ടി ജനിച്ച് വന്നപ്പോഴേ ഗുരുവിന് മനസ്സിലായി നിസാരക്കാരനല്ല ജനിച്ചിരിക്കുന്നത്, ഇതിന് എത്രയൊക്കെ ആളുകൾ ശ്രമിച്ചാലും ശത്രുത ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ള, അത്രയും ശ്രേഷ്ഠനാണ്, അത് ഒരു അവതാരമാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ. ഒറ്റ വാക്കിൽ യാജ്ഞവൽക്യ മഹർഷി അദ്ദേഹത്തിൻ്റെ മുഴുവൻ ഹിസ്റ്ററിയും പറഞ്ഞു തരികയാണ്. കശ്യപ ഇങ്ങനെയുള്ള കാശി രാജാവായ അജാതശത്രു അദ്ദേഹത്തിനോടായിക്കൊണ്ട് സഹ ഉവാച, ബാലാഗി ചോദിക്കുകയാണ്. എന്താണ് ഇനി? ബാലാഗിയുടെ ഡയലോഗാണത്. ബ്രഹ്മദേ ബ്രവാണീതി, അത് വേണം ഒരു ഇൻവേർട്ടഡ് കോമയിൽ ഇട്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ബാലാഗി ഉവാച എന്ന് എഴുതാം. അവിടെ വേണേ ബാലാഗി ചോദിക്കുകയാണ്, ബാലാഗിയുടെ ചോദ്യമാണത്. ബ്രഹ്മതേ, തേ എന്ന് വെച്ചാൽ അങ്ങയ്ക്ക്, നമ്മൾ അതിസംബോധനയോടുകൂടി ചോദിക്കുകയാണ്, വിത്ത് റെസ്പെക്റ്റ് എന്നാണ്. തേ തേ അങ്ങയ്ക്ക്, ആരാണോ മുന്നിൽ നിൽക്കുന്ന അയാളോടായിക്കൊണ്ട് സംബോധന വിഭക്തിയിൽ ചോദിക്കുകയാണ്. അങ്ങയ്ക്ക് ആര് ചോദിക്കുന്നു? ബാലാഗി. നമ്മുടെ മനസ്സിൽ ഈ ഡയലോഗ് നടക്കണം കേട്ടോ, ഒരിക്കലും മറന്നു പോകരുത്. ബ്രഹ്മതേ അങ്ങയ്ക്ക്, തേ എന്നത് ആദ്യം പറയണം അന്വയിക്കുമ്പോൾ. തേ ബ്രഹ്മ ബ്രവാണീതി, അങ്ങയ്ക്ക് ബ്രഹ്മ ബ്രവാണി ഇതി, അങ്ങയ്ക്ക് ഞാൻ ബ്രഹ്മ ഉപദേശം തരട്ടെ. അതാണ് ബ്രഹ്മനെക്കുറിച്ചുള്ള ബ്രവാണി. ബ്രവാണി എന്ന് വെച്ചാൽ ഉപദേശാനി എന്നാണ്. ഉപദേശങ്ങൾ ബഹുവചനാണ്, ബ്രവാണി എന്നതുകൊണ്ട്. ഞാൻ അങ്ങയ്ക്ക് ബ്രഹ്മോപദേശം തരട്ടെ എന്ന് ആര് ചോദിക്കുന്നു? ബാലാഗി ചോദിക്കുകയാണ്. അല്ലെ നൽകാം എന്നും പറയാം, കാരണം ഇവിടെ വ്യാഖ്യാനത്തിൽ രണ്ടും പറയുന്നുണ്ട്. ഉപദേശം തരട്ടെ എന്ന് ഭവ്യമായി ചോദിക്കുന്നത് കൊണ്ട്, പക്ഷെ ഗർവിയായ ബാലാഗി ആയതുകൊണ്ട് ഇവിടെ ഭഗവത്പാദർ തൻ്റെ ഭാഷ്യത്തിൽ വ്യാഖ്യാനത്തിൽ പറയുകയാണ്, ഞാൻ അങ്ങക്ക് ബ്രഹ്മോപദേശം നൽകാം എന്നൊരർത്ഥവും എടുക്കാം. അതാണ് ബ്രവാണി. സമയമായല്ലേ. സഹ ഉവാച അജാതശത്രു, അതായത് ഈ വിധം അജാതശത്രുവിനോടായിക്കൊണ്ട് ബാലാഗി ചോദിച്ചിട്ട് അതിനുശേഷം ഇവിടെ സഹ ഉവാച, അത് അജാതശത്രു അടുത്ത വാക്ക്. അതായത് ഈ ചോദ്യം കേട്ടല്ലോ, ബാലാഗി അജാതശത്രുവായ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഞാൻ ഇതൊക്കെ ഗുരുകുലത്തിൽ നിന്ന് കുറേ കാലമായി പഠിക്കുന്നു, ഞാൻ മുഴുവൻ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങി. ഗുരുകുല പഠനാനന്തരം വന്നല്ലോ, അത് വന്നതിന് ശേഷം എല്ലാം ഞാൻ പഠിച്ചു, ഇനി എനിക്കെന്താണ് പഠിപ്പിച്ചാൽ മതി.
അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ ആളുകളെയൊക്കെ പോയി പഠിപ്പിച്ചിട്ട് കാര്യമില്ല, രാജാവിനെ തന്നെ ആദ്യം ഫസ്റ്റ് എൻ്റെ സ്റ്റുഡൻറ്റ് അല്ലെ പ്രഥമ ശിഷ്യൻ രാജാവായ പിന്നെ തീർന്നില്ലേ, ലോകപ്രസിദ്ധനായി എനിക്ക് എന്താ പറയുക, സമ്പത്ത് വരും, പേര് വരും, പ്രശസ്തി വരും, ഇതൊക്കെ കിട്ടുമല്ലോ. പ്രഥമ ശിഷ്യൻ രാജാവാണ് അല്ല, ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ആളാണ് ബാലാകി, പഠിച്ചിട്ട് ഇറങ്ങിയ കുട്ടിയാണ്. അപ്പോൾ അത്രയും വലിയ ശിഷ്യനെ കിട്ടിയാൽ ഞാൻ പിന്നെ നമ്മൾ പറയില്ലേ കൈ നനയാതെ മീൻ പിടിക്കാതെ, അത് തന്നെ എനിക്ക് പെട്ടെന്ന് ശ്രേഷ്ഠനാകാമല്ലോ എന്ന ഭാവമാണ് ബാലാകിയുടെ ഉള്ളിൽ. അതുകൊണ്ട് ഇദ്ദേഹം നല്ലൊരു ശിഷ്യനെ തന്നെ കണ്ടുപിടിച്ചിട്ട് ചോദിക്കുകയാണ്, ഞാൻ അങ്ങേക്ക് പറഞ്ഞുതരാം. ഇത് കേട്ടതിന് ശേഷം എന്താണ്, ബാലാകിയിൽ നിന്നും കേട്ടതിന് ശേഷം സഹ ഉവാച അജാതശത്രു, അതായത് ബാലാകിയോടായിക്കൊണ്ട് അജാതശത്രു പറഞ്ഞു. അതാണ് സഹ ഉവാച അജാതശത്രു എന്ന് വെച്ചാൽ അജാതശത്രു ഈ ചോദ്യം കേട്ടതിന് ശേഷം ബാലാകിയോടായിക്കൊണ്ട് പറഞ്ഞു. എന്തു പറഞ്ഞു? അടുത്തത് പറയുന്നു. വലിയ സന്തോഷം. അജാതശത്രു പറയുകയാണ്, രാജാവല്ലേ, രാജാവ് കൽപ്പനയാണ് അടുത്തത്. സഹസ്രം ഏതസ്യാം വാജി ദദ്മഹ. അങ്ങ് ഇത്രയൊക്കെ പറഞ്ഞല്ലോ. അപ്പം എന്താണ് ഈ വാജി, അങ്ങയുടെ ഈ വാക്ക് കേട്ടിട്ട്, ആ വാക്കിൻ്റെ ആ ഒരു ഗാംഭീര്യം കേട്ടിട്ട് അജാതശത്രു ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഈ കാരണം കൊണ്ട് ദദ്മഹ, ഈ കാരണം കൊണ്ടാണ് സഹസ്രം ഏതസ്യാം, ഞാൻ അങ്ങക്ക് 1000 പശുക്കളെ നൽകാം എന്ന് പറയുകയാണ്. അങ്ങ് ശിഷ്യനായിട്ടില്ല, ഉപസദിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഈ ഒറ്റ ചോദ്യം ഈ ചെറിയ കുട്ടി വന്നിട്ട്, ഗുരുകുല പഠനാനന്തരം എന്ന് പറയുമ്പോൾ എന്ത് പ്രായം കാണാം അല്ലേ, ഇപ്പോൾ 12 വയസ്സിൽ ചേർന്ന 12 വർഷം കഴിയുമ്പോൾ 24 വയസ്സേ കാണുള്ളൂ. ആ ചെറിയ യുവാവ് വന്നിട്ട് ചോദിക്കുകയാണ്, ഗർവത്തോടു കൂടി ചോദിക്കുകയാണ്. അപ്പോൾ അജാതശത്രു എന്തിനാ, ശത്രുക്കളില്ലാത്ത ആളാണ്, വേണേ അപ്പം തന്നെ തല വെട്ടി മാറ്റാൻ ഉത്തരവിടാം, അത്രയും ശക്തനായ ആളാണ് അജാതശത്രു, രാജാവല്ലേ. പക്ഷെ അതൊന്നും ചെയ്തില്ല. ഈ കുട്ടിയുടെ ധൈര്യം കണ്ടിട്ട്, അത് അഹങ്കാരത്തോടു കൂടിയുള്ള ധൈര്യം ആയിക്കോട്ടെ, എങ്കിലും സാരമില്ല, ഞാൻ നിനക്ക് 1000 പശുക്കൾ, അതാണ് സഹസ്രം, സഹസ്രം എന്ന് വെച്ചാൽ 1000 അല്ലേ, 1000 പശുക്കളെ ഞാൻ നിനക്ക് നൽകാം എന്ന് പറയുന്നു. എന്നിട്ട് അദ്ദേഹം ഒരു ഡയലോഗും കൂടെ പറയുകയാണ്. അടുത്തത് അജാതശത്രുവിൻ്റെ വാക്കുകളാണ്. എന്താണ് ആ വാക്ക്? ജനഹോ ജനഹ ഇതി, അതായത് ജനകോ ജനഹ ഇതി വൈ, വൈ എന്ന് വെച്ചാൽ പൊതുവേ, ഇൻ കോമൺ, അതാണ് പൊതുവേ. ജനകോ ജനഹ ഇതി, അതായത് ജനക മഹാരാജാവിൻ്റെ ജനകസഭയിൽ, വിദ്വത് സഭയിൽ ജനക മഹാരാജാവിൻ്റെ കഥ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ആരാണ് ജനകൻ എന്നൊക്കെ നമ്മൾ അവിടെ പഠിക്കും. യാജ്ഞവൽക്യ മഹർഷിയുടെ ശിഷ്യനായി ജനക മഹാരാജാവ് തന്നെ വരുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുള്ള ആരാണോ ജനകൻ എന്നുള്ള അർത്ഥം തന്നെ ഗ്രഹിച്ചാൽ മതി. അപ്പോൾ അജാതശത്രു കാശിയുടെ രാജാവ് പോലെ തന്നെ ജനക മഹാരാജാവ് രാജാവായിരിക്കുന്ന അതേ കാലഘട്ടത്തിലാണ് ഇവർ ഉള്ളത്. അപ്പോൾ ആ ജനക മഹാരാജാവിൻ്റെ ജനകസഭയിൽ എന്താണ്, ജനാവൈ ധാവന്തീധി, ഈ ജനക മഹാരാജാവിൻ്റെ ഈ യുദ്ധസഭ നടക്കും. അപ്പോൾ ഇങ്ങനെ വാദപ്രതിവാദങ്ങൾ, ചോദ്യോത്തരങ്ങളൊക്കെ വരും. ആ സമയത്ത് എന്താണ് ഇങ്ങനെയുള്ള ചോദ്യം, എന്താണ്, ഞാൻ നിങ്ങൾക്ക് ബ്രഹ്മപ്രവാണി എന്നല്ലേ പറഞ്ഞു, ബ്രഹ്മോപദേശം തരാമെന്നല്ലേ ബാലാകി പറഞ്ഞത്. അപ്പം അതുപോലെ ബ്രഹ്മോപദേശം നടക്കുന്നത് പൊതുവെ ജനകസഭയിലാണ്. എൻ്റെ അടുത്ത് ആരും ഇതുവരെ ബ്രഹ്മോപദേശത്തിനൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് അങ്ങാണ് ആദ്യമായിട്ട് വന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് 1000 പശുവിനെ നൽകാമെന്ന് ഞാൻ പറഞ്ഞതാണ് പൊതുവെ. പക്ഷെ എന്താണ്, ജനകസഭയിലാണ് ഇതൊക്കെ ചെയ്യുക. ജനക മഹാരാജാവാണ് ഏറ്റവും വലിയ സമ്പന്നൻ, അദ്ദേഹമാണ് ദാനശീലൻ, അദ്ദേഹമാണ് ഇങ്ങനെ 1000 സ്വർണ്ണക്കുളമ്പ് കെട്ടിയത്, വെള്ളിക്കുളമ്പ് കെട്ടിയത്, ഒരുപാട് ദാനങ്ങൾ ഇനി നമ്മൾ കാണും. അതൊക്കെ ചെയ്യാറ് ജനക മഹാരാജാവാണ്. പക്ഷേ
ഞാനും ഇവിടെ ചെയ്യുകയാണ്. പൊതുവെ അവിടെയാണ് നടക്കുക, പക്ഷെ ഇവിടെയും ഞാൻ അങ്ങയുടെ ധൈര്യത്തിൻ്റെ മുന്നിൽ 1000 പശുക്കളെ നൽകാം. ഞങ്ങളും അത് ദാവന്തീതി ഞങ്ങളും കൊടുക്കുന്നു, ഇവിടെയും അങ്ങയ്ക്ക് ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഒന്നാമത്തെ മന്ത്രം അവസാനിക്കുകയാണ്. ബാക്കി നമ്മൾക്ക് നാളെ കാണാം. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.